ഹായ്, ഞാൻ ഷാലുദ്ദീൻ. ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഹത്ത ഡാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഈ ഡാമിലേക്ക് വന്നു. ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അതുണ്ടോ, ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും കൂടെ ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുന്നത്. നോക്കി കണ്ടോ, അതായത് റൗണ്ടിൽ 360 ഡിഗ്രിയിലും മല, അതിൻ്റെ നടുക്ക് ഡാം. ഇത് കണ്ടോ, നോക്ക്, ഇതുണ്ടോ, അടിപൊളി വെള്ളം, നല്ല പച്ച കളറ്. പിന്നെ ഇവിടെ ഇതാ ബോട്ടിങ്ങിനുള്ള സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളെല്ലാം അതൊക്കെ വെയിലുണ്ട്. വെയിൽ ഈ സമയം 3 മണി 3:30 ആ സമയമായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വെയിലൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്തായിരിക്കും ഇവിടെ ആൾക്കാർ നല്ലോണം വരുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വന്നിട്ട് ബോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കേട്ടോ, അതിൽ ആളുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഒരു കാണുന്നുണ്ടെന്ന് അറിയില്ല. അത് കണ്ടോ, അതുണ്ടോ, അതിൽ അത് ഓടിക്കാൻ ആളുണ്ടോ? ശല്യേ ഇല്ല. എന്നത് കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്പീഡ് ബോട്ടുകളിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുണ്ടോ, അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ബോട്ട്. അപ്പോൾ ഇവരിങ്ങനെ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് പോണോ? അപ്പൊ അങ്ങനെ ഒരു ഡൗട്ടും പഠിച്ച് ഇങ്ങനെ നിക്കാണ്. ഇതുണ്ടോ അമ്മ, പേടി ഇങ്ങനെയല്ല, വെള്ളത്തിൽ ഞാൻ ബോട്ടിലും ഇതിലൊക്കെ പോകുന്നുള്ളതാണ്. അല്ല, ഇങ്ങനത്തെ ബോട്ടിലല്ല, സ്പീഡ് ബോട്ടിൽ ഷെയ്ഖുമാരുടെ ചൂണ്ടിടാൻ പോകുന്നത് പിന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളുള്ളപ്പോ കൂടെ പോകാനായിട്ടൊരു പേടി. വാടാ കുഞ്ഞാ, വാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് സംഭവം. ഇപ്പൊ ഈ സൈഡില് കണ്ടോ, ഇവരിവിടെ ഡാമിന്റെ ഒരു ഓപ്പണിംഗ് ആയിട്ട് ഇവിടെ കെട്ടുന്നുണ്ട് പുതിയതായിട്ടേ. ഇത് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ കെട്ടുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചാടി ഇവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഈ ചാലി വഴി ഇങ്ങനെ തുറന്നു വിടാനുള്ള. അപ്പൊ ഇങ്ങനെ അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. എന്താ പാർക്കാണോ പിന്നെ ഇലക്ട്രിക്കിന്റെ ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം എന്താന്നുള്ളത്. കുഞ്ഞ ഓഫീസിന്റെ ബാക്കിൽ തന്നെ നടക്കട്ടോ. നേരെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, ഈ ഒരു കുത്തുള്ള കയറ്റം മൊത്തം കയറി വന്നു. ഈ ക്യാമറയിൽ നോക്കുമ്പോൾ എന്തോരം ഉണ്ടെന്ന് അറിയില്ല, ഭയങ്കര കയറ്റത് ഉണ്ടോ, വല്ലാത്തൊരു കയറ്റായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. ചലി വാ, വെയിലുണ്ട് കേട്ടോ, ചലി മൂടി പോതച്ചിട്ടാ നടക്കുന്നത്. മലകള് ഇതുണ്ട, മല ശരിക്കേ ഇതവിടെ കണ്ട മറ്റേ ജൂറാസിക് പാർക്കിലൊക്കെ ഉള്ള പോലെ ദിനോസറുകൾ ഇങ്ങനെ ഷെയ്ഡായിട്ട് പോകുന്നില്ല, ഇതൊക്കെ വരച്ചു വെച്ചേക്കണ പോലെ കാണാനായിട്ട് എന്ത് രസം നോക്കി. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതിന്റെ ചെരിവ്. ഇത് ശരിക്കും ഞാൻ ക്യാമറ ഇങ്ങനെ പിടിക്കേണ്ടതാണ്. ചെരിവ് എന്നാലും മനസ്സിലാവണില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 60 dirhams അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും എല്ലാ കൗണ്ടറിലും ഉണ്ട്. നമ്മൾ കാർഡും എടുക്കും, അതുപോലെ തന്നെ ഇതും അവൈലബിൾ ആണ്, എന്ത് ക്യാഷും എടുക്കും കേട്ടോ. ഇത് നമുക്ക് താഴത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ തൽക്കാലം എടുത്തില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചവിട്ടി തള്ളി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മടി. പിന്നെ കൂടുതൽ ഗ്രൂപ്പായിട്ട് പോകേണ്ടതുണ്ട്. അത് 11 പേര് പ്ലസ് ഡ്രൈവർ, അതുപോലെ 25 പേര് പ്ലസ് ഡ്രൈവർ, വലിയ ബോട്ട്. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറേ ആൾക്കാർ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലാണ് പോകാൻ പറ്റുള്ളൂ. ഇത് മറ്റേ ഇതായിട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ. വെള്ളത്തിൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇത് പൊന്തും. ഈ സംഭവം കംപ്ലീറ്റ് കണ്ട അങ്ങനെ മൊത്തം ചെയ്തേക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ, ബോട്ടുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്, എല്ലാ സംഭവങ്ങളും. ഇതിൽ മീനുകളുണ്ട് കേട്ടോ. സാധനം നോക്കിയാൽ ആ പൊടി കണ്ടത്, ഇവിടെ കുറേ പൊടി മീനുകളും ഇതിൻ്റെ അടിയിൽ, സാധനത്തിൻ്റെ അടിയിൽ വലിയ മീനുണ്ട് കേട്ടോ.
അത് എന്ത് മീനാന്നറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഈ വെള്ളത്തിൻ്റെ മേലെയൊക്കെ അതണ്ട മീനുകൾ കിടക്കുന്നുണ്ടോ? ഇവിടെ കംപ്ലീറ്റ് മീനുകളാണ്, നിറച്ചുണ്ട്. അല്ല ഇവിടെ വന്നിട്ട് ഒരു മീൻ കണ്ട, എന്താണോ കല്ലുമ്മ കിടന്നിട്ട് കുത്തി മറയുണ്ട്. നോക്കി എന്തോ വലിയ ഉരുളം കല്ലൊക്കെ എടുത്ത് വായിലിട്ടിട്ട് ചവച്ചിട്ട് ഇതും പറഞ്ഞ തുപ്പ. അത് നോക്ക്, ഇതുണ്ടോ? ആ നല്ല വലിപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇതേ വരണടുത്ത് ഇതേ ഇവിടെ ഉണ്ട്. ആ ഇതേ ഇതിൻ്റെ ബാക്കിലൂടെ വേറൊരു കളർ വരുന്നത്. അതിന് മുഖം നോക്കി, ആളുടെ മുഖം പോലെ അതിൻ്റെ. നോക്കടാ സാലിമ, ഗോൾഡൻ. ആ അതേ നേരെ പിടിച്ചു വന്നു. സലി ഒക്കെ വന്നു, വരിയായിട്ട് വന്നു. ഇതേ എന്താ കംപ്ലീറ്റ് ഇതേ വരണേക്ക് വരിയായിട്ട് വരുന്നു. ഇതേ ചോപ്പ് മുകളിൽ തൊലിയും കിലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ പോയിട്ടുണ്ട് ചിലതിൻ്റെ. എന്താ അപ്പം അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാട്ടോ. സലീം മേലോട്ടേക്ക് കയറിയിട്ടുണ്ട്. സാലിമ് ബാക്കടിച്ചു കൂടി. ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരു ഉഷാറ് കാണില്ല കേട്ടോ മുകളിലോട്ട് കയറാനായിട്ട്. കുത്തനെയുള്ള കയറ്റാണ്. വെയിലൊക്കെ പോയി തുടങ്ങിട്ടോ. സൈഡിൽ നിന്ന് വെയിലൊക്കെ പോയി തണലായി തുടങ്ങി. ഇങ്ങോട്ട് കുറച്ച് വെളിച്ചുണ്ട്. അതോ മുകളിലോട്ട് നമുക്ക് കയറാം. കയറൂ സാലിമേ, ഉഷാറായിട്ട് കയറാ, ഓടി കയറാ, ഒറ്റ ഓട്ടത്തിൽ കയറ്. ആ ആ കയറ് കഴിഞ്ഞ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കറങ്ങി താഴേക്ക് വന്നു കേട്ടോ. ഇത് മുമ്പ് ഇവിടെയാണ് ഈ പാർക്കിംഗ് ഏരിയ ആയിരുന്നു കേട്ടോ. നല്ല ഇതുണ്ട്, പാർക്കിംഗ് ഫുള്ള് കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ നല്ല ദൂരമുണ്ട്. ഇപ്പോൾ നമുക്ക് ബാത്റൂമിൽ പോകാനും അതിനൊക്കെ വേണമെങ്കിൽ ഇവിടെ താഴെ തന്നെ വരണം കേട്ടോ. ഇവിടെയാണ് ബാത്റൂം ഉള്ളത്. ഇവിടെ തന്നെ വന്നിട്ട് വണ്ടിയൊക്കെ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടിട്ട് വേണം ബാത്റൂമിൽ പോകാനായിട്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ എന്തോ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോവല്ലേ, സ്ഥലം വിടാം. വേഗം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ടാവും. കാരണം ഇന്നലെ നമ്മൾ രാത്രി തന്നെ വന്നപ്പോഴേ സ്ഥലങ്ങളും ഇതുങ്ങളൊന്നും കണ്ടന്നില്ല. മലയും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയുടെ അപ്പുറത്തൊക്കെ അങ്ങനെ മലയുടെ തുറന്നിട്ടുള്ള വഴി കൂടെ ഒക്കെ പോകുന്നു. അത് നമുക്ക് കാണാം. കുതിര ഞങ്ങൾ പോയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. സാലിമിന് കുതിരപ്പുറത്ത് കാരണം കുതിര റോഡിൻ്റെ അടുത്ത് കണ്ട ഇപ്പൊ കുതിരപ്പുറത്ത് ഒന്ന് കയറിക്കോട്ടെ എന്ന് വെച്ച് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാനൊന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നത്. ഇവിടെ കയറി നിൽക്കണ്ട കേട്ടാ. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു കുതിരയുണ്ട്. നോക്കി, ബോണിയ അങ്ങനെ എന്താ പറയുന്നത്, ചെറിയൊരു കുതിര. എല്ലാം ഫ്രണ്ട്ലി ആണെന്നാ പറഞ്ഞതാ. കണ്ടോ? അപ്പൊ കുതിര കുഞ്ഞിനെ കണ്ടപ്പോ സാലിമ് കുഞ്ഞിനെ പുറത്തേക്ക് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയതാ. അപ്പോഴാണ് അവർ പറഞ്ഞത്, വലിയ കുട്ടിയല്ലേ, അതോ വലിയ കയറിക്കോ. ആള് നല്ല ഫ്രണ്ട്ലി ആണെന്നാ പറഞ്ഞ കുതിര. നോക്കി കയറ്. പേടിയുണ്ട് കേട്ടാ. പിടിച്ചിരുന്നടാ. ആ രണ്ട് കൈ അതുമ്പോ പിടിച്ചിരുന്നോ? സ്ട്രൈറ്റ് ഇരുന്നോ? ഇരുന്നാ? ശരിക്കും ഇരുന്നാ? വിറക്കിണ്ട നീ. പിടിച്ചാ? ഓക്കെ അല്ലേ? കാല് തേൻ്റെ വെച്ചോ. പതുക്കെ പോവുള്ളൂ നടന്ന്. ചവിട്ടിരുന്നറാ. ഓക്കെ, ഇപ്പൊ ശരിയല്ലേ? ശരിയല്ലേ? തണ്ടല് വേന എടുക്കലില്ല. എന്തിന്? ഓക്കെ അല്ലേ? പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറി പോകുന്നത്. പോയിട്ട് വരട്ടെ. കുഴപ്പമില്ലടാ. കുഴപ്പമില്ല സാലിമേ. പോയിട്ട് വാ, ഞാൻ എന്താ അവിടെ ഉണ്ട് കേട്ടാ. എല്ലാത്തിനും അവന് ഭയങ്കര പേടിയാണ്. എന്തായാലും പോയിട്ട് വരട്ടെ. ആള് താഴ്ത്തിക്ക് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ പോയിട്ട്
ദപ്പട്ട വരെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ചിങ്ങോട്ട് വരും. ഇങ്ങനെ പറഞ്ഞത്. ഇതിനുള്ളിലൊക്കെ എന്തൊക്കെയോ കൃഷികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചോളാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചോളാണോ? ഇതിൻ്റെ ഉള്ളിൽ ചോളം, മാവ് ഇതൊക്കെ നല്ല രസം കാണാൻ. ഇതൊക്കെ രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു വണ്ടി മുളകി മഞ്ഞ കളറ്. പാലയാണോ ഇത്? പാലപ്പൂവ. അടിപൊളി പൂവ. മണം നല്ല ഉണ്ടാവും കേട്ടോ. പാല ഇത് എന്താ, ഇതൊരു വെള്ളത്തിൻ്റെ കമ്പനിയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ മിനറൽ വാട്ടർ കണ്ട, ക്രിസ്റ്റൽ മിനറൽ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കൃഷി എന്തൊക്കെയോ ഉണ്ട്. ഇതുണ്ടോ, അവിടെ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടോ, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. സാലിമ വരണുണ്ട് കേട്ടോ. തന്നെ പിടിച്ചേക്ക കുതിരനെ. ആള് സൈഡിൽ കൂടെ നടക്കണേ ഉള്ളൂ. അവൾക്ക് വലിയൊരു കുഴപ്പമില്ല. എങ്ങനെയുണ്ടാ? പോയി തിരിച്ചു വന്നിട്ടാ ഇവിടെ എത്തി. എൻ്റെ ഇരിപ്പ് ശരിയല്ലായിരുന്നു തോന്നുന്നുണ്ട്. തണ്ടൽ വേന എടുക്കണ്ട? തണ്ടൽ വേന എടുത്താ? നല്ല കുതിരയാ. ഇറങ്ങിക്കോ. ഏണ്ട് ഇടയാ? കാല് പ്രശ്നമുണ്ടാ? കാല് വേനയുണ്ടാ? ഓക്കെ അല്ലേ? ഹൈദർ എന്ന് വിളിച്ചോക്ക്. ഹൈദർ തൊട്ടോക്ക്. സാലിമിന് ഒരു സന്തോഷം കിട്ടി അല്ലേ? ഞങ്ങളിവിടെ കുറച്ചും കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയത് കേട്ടോ. പിന്നെ അതേ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അതുണ്ടാ ആ സൂര്യൻ അസ്തമിച്ച് പോണതിൻ്റെ അവിടെ ഒരു ബിൽഡിങ് നോക്കി. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല ഭംഗിയില്ലേ? അതല്ല ഒരു പ്രത്യേക കളർ അല്ലേ? എന്താ ഈ ഇതൊക്കെ ഇല്ലേ സലിയെ, ഈ കാണുന്ന മലകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കടലിന്റെ അടിയിലത്തെ പോലെ ഇല്ലേ? കടലിന്റെ അടിയിൽ നമ്മൾ കാണുമ്പോൾ വലിയ ഗർത്തങ്ങളും ഇതുകളൊക്കെ പോലെ ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ കടലായിരുന്നു എന്നാണ് പറയുന്നത്. കാലങ്ങൾക്ക് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇതൊക്കെ വെള്ളത്തിന്റെ അടിയിലത്തെ സ്ഥലങ്ങളായിരുന്നു. പിന്നീട് വെള്ളം ഇറങ്ങി സമനിലപ്പിലേക്ക് മാറിപ്പോയെന്ന്. കാരണം ചില ഇതുകളുമൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ച പോലെയും വെള്ളത്തിന്റെ ഇതുകളൊക്കെ ആയിട്ടും കുറെ കാലങ്ങളോളം വെള്ളത്തിന്റെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു ജാതി ഇത് വരൂല. അങ്ങനെയുള്ള കല്ലുകളൊക്കെ പോലെ തന്നെ ഇല്ലേ? പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് പറഞ്ഞു കേട്ടുള്ള ഒരു ഇതാണ് എങ്ങനെയാന്നുള്ളത്. ഇതൊക്കെ ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന മണ്ണിടിയാ. അതാണ്ട റോഡ് സൈഡ് അല്ലേ? അങ്ങനെ കുന്നും മലയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് താഴോട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഇനി മലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇപ്പോൾ ഇറങ്ങി. ദുബായ് റോഡിലേക്ക് ആവാറായിട്ട്. അങ്ങനെ എല്ലാ പരിപാടിയിലും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നിട്ടോ. ഒന്നും പറയണ്ട, ആകെ അവശ നിലയായിട്ട് എല്ലാവരും ടയർഡാണ്. സലീം ടയേർഡ്, സാലിം ടയേർഡ്, എല്ലാവരും ടയേർഡാണ്. ഞാൻ കണ്ണൊക്കെ കണ്ടില്ലേ, ഭയങ്കര ട്രാഫിക്കായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് സാലിമിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ അറബികളെങ്ങനെയാണ് ഇവിടെ പിള്ളേരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പൈസ എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ സാലിമിന് പൈസ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായി.
അത് കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ആൾക്ക് അറിയാലോ, സാലിമ് വണ്ടിയാണ് അവൻ്റെ മെയിൻ. വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടേ മുഖം വീർപ്പിച്ച് പിടിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതില്ലാണ്ട് നമുക്ക് സ്വയം തരാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വലിയൊരു ഇതുണ്ട്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇത് മേടിച്ചു. ഇതാ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി. അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കണ്ണിച്ചെടി കേൾക്കില്ലായിരുന്നു. ഉറക്കത്തിൽ നിന്നും ചാടി എന്നിട്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടിരിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് കയറിയിട്ട് ഒരു വണ്ടി മേടിച്ച് അവിടുന്ന് വേഗം പുറത്തിറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.